വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമസ്കാരം. AE മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കൊട്ടിയൂർ സന്ദർശിക്കണം എന്നുള്ളത്. ഇപ്രാവശ്യം ഏതായാലും കൊട്ടിയൂർ സന്ദർശിക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ നാട്ടിൽ നിന്നും ഏതാണ്ട് 350 കിലോമീറ്റർ ദൂരമുണ്ട് കൊട്ടിയൂരേക്ക്. വൈകിട്ട് 5 മണിയോടുകൂടി പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിയോടുകൂടിയാണ് ഞങ്ങൾ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ ആണെങ്കിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ച വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്ന പേരിൽ പ്രസിദ്ധങ്ങളായ 2 ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഇവയിൽ ഇക്കരെ കൊട്ടിയൂർ വർഷത്തിൽ 11 മാസം നട തുറക്കുകയും പൂജയും ഉള്ള ക്ഷേത്രമാണ്. അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രമില്ല. പകരം ഉത്സവത്തിനോട് അനുബന്ധിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്ന പർണശാലകൾ മാത്രമേയുള്ളൂ. ഇതാണ് ബാവലിപ്പുഴ. ഈ പുഴയിൽ മുങ്ങി കുളിച്ച് ഈറനായിട്ട് വേണം ക്ഷേത്രദർശനം നടത്താൻ എന്നാണ് ഐതിഹ്യം. അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതിട്ട് വേണം ഇക്കരെ കൊട്ടിയൂരപ്പനെ തൊഴാനെന്നാണ് വിശ്വാസം. അക്കരെ കൊട്ടിയൂരേക്ക് പോകാനായി ബാവലിപ്പുഴ മുറിച്ചു കടക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് മേൽപ്പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യഥേഷ്ടം അക്കരെ കൊട്ടിയൂര് എത്തിച്ചേരാവുന്നതാണ്. അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താനുള്ള ക്യൂവിൻ്റെ പിന്നിലായി ഞാനും സ്ഥാനം പിടിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വളരെ വെളുപ്പിനെ തന്നെ എത്തി കുളിച്ച് ഈറനായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ചെറിയ മഴ പെയ്യുന്നുമുണ്ട്. മഴ നനഞ്ഞ് ഈറനായി വേണം കൊട്ടിയൂരപ്പനെ ദർശിക്കാനെന്നാണ് ഐതിഹ്യമത്രേ. ദക്ഷൻ്റെ യാഗഭൂമിയായിട്ടാണ് ഈ സ്ഥലം കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാഗഭൂമിയോട് അനുബന്ധിച്ചുള്ള പർണശാലകളും മറ്റുമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഇത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്ന അറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ഈ കാണുന്നതാണ് അമ്മാറക്കല്ല്. ആദിപരാശക്തിയായ ശ്രീ പാർവതിയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വടക്കുംകാവ്, വടക്കീശ്വരം, തൃച്ചെറുമന എന്നിങ്ങനെ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട്. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓങ്കാരമൂർത്തി,
പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ ജട പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിപ്പിക്കുകയും ചെയ്തു. ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിലേക്ക് കൊടുങ്കാറ്റുപോലെ ഇരച്ചു കയറി. ഭദ്രകാളി ദക്ഷൻ്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്തു. യാഗം അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തല വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. സതിയുടെ വിയോഗത്താൽ ദുഃഖിതനായ മഹാദേവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി. മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പിച്ചു. അവ ചെന്നു പതിച്ച സ്ഥലങ്ങളെല്ലാം ഭഗവതിയുടെ 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. വൈരാഗിയായ ശിവൻ കൊടുംതപസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടുംവനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ചകൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലിയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതപ്പെടുന്നു. ഇടവമാസത്തിലെ ചോതി ദിവസത്തിലാണ് ഉത്സവം തുടങ്ങുക. ഇളനീരാട്ടത്തോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ആദ്യം കണ്ടെത്തിയ ശിവലിംഗത്തിൽ നിന്നും രക്തപ്രവാഹം നിന്നത് ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ്. അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടം ആയി മാറിയത്. 28 ദിവസങ്ങൾക്ക് ശേഷം തിരുകലശാട്ടത്തോടുകൂടി ഉത്സവം സമാപിക്കുന്നു. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാനാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ച് നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ്. അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയർ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാർക്കുമാണ്. ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട്. ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത്. മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. ഇടവത്തിലെ ചോദ്യനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥലത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാന്മാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ടം നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ ഉത്സവത്തിനോട് അനുബന്ധിച്ച് പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം, ഇളനീരാട്ടം എന്നിവയാണ്. വിഗ്രഹത്തിൽ നെയ്യഭിഷേകം,
ഇളനീർ അഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങിൽ നടക്കുക. അക്കരെ കൊട്ടിയൂർ സന്ദർശനം പൂർത്തിയാക്കി ഇക്കരെ കൊട്ടിയൂരിലേക്ക്. ഈ കാണുന്നതാണ് കൊട്ടിയൂരിലെ പ്രസിദ്ധമായ ഓടപ്പൂവ്. ഓടപ്പൂവ് വിൽക്കുന്ന കടകൾ ഇവിടെ ധാരാളമുണ്ട് താനും. ഓടപ്പൂവ് ദക്ഷന്റെ താടിയെന്നും ഭൃഗുമുനിയുടെ താടിയെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇവിടെ എത്തുന്നവരിൽ മിക്കവരും ഓടപ്പൂവ് വാങ്ങിയേ മടങ്ങാറുള്ളൂ. അക്കരെ കൊട്ടിയൂരിലെ സന്ദർശനത്തിന് ശേഷം ഇക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്രം സന്ദർശിക്കാനായി ഞങ്ങൾ ക്ഷേത്ര കവാടം കടന്നു. അക്കരെ കൊട്ടിയൂർ സന്ദർശിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും ഇക്കരെ കൊട്ടിയൂർ സന്ദർശിക്കണം എന്നാണ് ആചാരം. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂരിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ക്ഷേത്രവും ആണ് ഇവിടെ ഉള്ളത്. പരമശിവനും പാർവതിയുമാണ് ഇവിടങ്ങളിലെ പ്രധാന ആരാധനാമൂർത്തികൾ. പഴമയുടെ തനിമ നിലനിന്നു പോരുന്ന ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ നട തുറക്കുന്നത് അക്കരെ കൊട്ടിയൂരിലെ ഉത്സവം തീർന്നതിന് ശേഷം വീരഭദ്രന്റെ വാള് എന്ന് വിശേഷിപ്പിക്കുന്ന വാൾ മുതിരേരിക്കാവിലേക്കുള്ള എഴുന്നള്ളത്തിനായി തിരികെ ഇവിടെ എത്തുമ്പോഴാണ്. ഇവിടെ എത്തിച്ചേരാൻ തലശ്ശേരിയിൽ നിന്ന് 58 കിലോമീറ്റർ റോഡ് മാർഗവും മാനന്തവാടിയിൽ നിന്ന് 25 കിലോമീറ്റർ റോഡ് മാർഗവും സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. കൂടാതെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 46 കിലോമീറ്റർ ദൂരവുമാണ് ഇങ്ങോട്ടുള്ളത്. അക്കരെ കൊട്ടിയൂരിലെയും ശേഷം ഇക്കരെ കൊട്ടിയൂരിലെയും ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് നടന്നു. അപ്പോഴും മഴ ചെറിയ തോതിൽ പെയ്തുകൊണ്ടേയിരുന്നു.